ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതേ ഇന്ന് ചോറ് വെച്ചു, പിന്നെ ഇത് സാമ്പാർ കറി വെച്ചു കേട്ടോ. പിന്നെ ഇത് മുരിങ്ങാക്കായ തോരനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് പപ്പടം ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടാ. അങ്ങനെ ഉച്ചക്കത്താണ്ട് ഉഷാറാക്കിയിട്ടോ. മീന് പിന്നെ സീഡി മുള്ളനായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട്. പിന്നെ മുരിങ്ങാക്കായ തോരനല്ലേ, അതും തന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചമ്മന്തിയാണ്, ചമ്മന്തി പച്ചമുളകും ഒരു മാങ്ങയും അതുപോലെ തന്നെ തേങ്ങയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അത്യാവശ്യത്തിന് ഉപ്പും കൂടിയിട്ടാണ് കേട്ടോ ചമ്മന്തി അരച്ചിട്ടുള്ളത്. പിന്നെ മീന് പിന്നെ സീഡി മുള്ളനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് കാണുമ്പോഴേക്കും നമ്മൾ കുട്ടിപ്പട്ടാളങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ആ ലൈക്ക് ഒന്ന് കൊടുക്കാൻ നിങ്ങൾ മറക്കല്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഫിനിമോളായിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അവൾ പറഞ്ഞു അവൾ തന്നെ കഴുകി വെച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അവൾ തന്നെ കഴുകിയേക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ടേബിൾ ക്ലീൻ ആക്കണം കേട്ടോ. ഞാൻ ക്ലീൻ ആക്കുമ്പോൾ ഷിബിലിമോൻ പറഞ്ഞു അവനെ ക്ലീൻ ആക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ആക്കി വന്നപ്പോഴേക്കും നമ്മൾ ഫിനിമോൾ പാത്രം കഴുകുകയാണ് കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞു കഴുകണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അവൾ കഴുകുമ്പോൾ എന്താ പറയുക, കൂടുതൽ വെള്ളം ചിലവാകും. കഴുകിയത് തന്നെ കഴുകി അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ വെള്ളം ചിലവാകും. അപ്പോൾ പിന്നെ വെള്ളം കുറഞ്ഞ ടൈമും കൂടിയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ പണികൾക്കൊന്നും അവർ രണ്ടുപേരും ആക്കാറില്ല കേട്ടോ. പിന്നെ വിചാരിച്ചു അവളെ പ്ലേറ്റും പിന്നെ 2 ഗ്ലാസ് അല്ലേ ഉള്ളൂ, അപ്പോൾ കഴുകിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ കുപ്പി ക്ലാസ് ആണെങ്കിലും ആ പേടി എനിക്കുണ്ട്, പൊട്ടിക്കോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ. അവൾക്ക് എന്താണെന്ന് പറയുക, വെക്കേഷൻ അല്ലേ, അപ്പോൾ തീരെ ടൈം പോകണില്ല. എപ്പോഴും പറയട്ടോ ഉമ്മച്ചി ബോറടിക്കുന്നുണ്ട് ഉമ്മച്ചി എന്നങ്ങനെ പറയട്ടോ. അപ്പോൾ പിന്നെ ചില സമയത്ത് നോട്ട്ബുക്കും പേനൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തൊക്കെ ചെയ്യും കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അടുത്ത വീട്ടിലേക്ക് പോകും, പിന്നെ മൂത്തച്ഛന്മാരുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ അവളുടെ അങ്ങനെ ഇട്ട് നീങ്ങി പോകണത്. എന്നോട് എപ്പോഴും പറയട്ടെ ഞാൻ പാത്രം കഴുകട്ടെ ഉമ്മച്ചി എന്നൊക്കെ ചോദിക്കൂട്ടോ. അപ്പം ഞാൻ പറയും ചെയ്യണേനൊന്നും കുഴപ്പമില്ല, പക്ഷേ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണ കാര്യം വൃത്തിയിൽ ചെയ്യണമെന്ന് പറയട്ടോ. അതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചി എനിക്ക് ചുമരം തുറക്കണം എന്ന് പറഞ്ഞിട്ട് തുറക്കണം നാട്ടേ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. പിന്നെ അത് വൈകുന്നേരത്തിൽ നിന്ന് ചായം കടിയൊന്നുമല്ല കേട്ടോ, അവല് മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് അസ്രസ്കാരത്തിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഷിബിലിമോൻ ആദ്യം തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നു കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും നിസ്കരിച്ചോളി, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിയതാണ് കേട്ടോ അടുക്കളയിലോട്ട്. അങ്ങനെ അവനൊരു 4-5 പഴർത്തിയിരുന്നു കേട്ടോ. അത് നല്ലോണം ഉടച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ഫിനിമോൾ എത്തിയിട്ടാ ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ 2 പേരും കൂടി തല്ലായിട്ടാ. അങ്ങനത്തെ ഓരോന്ന് പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പടിയും ഒക്കെ കൂടുന്നുണ്ട് കേട്ടോ. തമാശയിലൂടെയാണ് കേട്ടോ അവർ ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ പിന്നെ പഴം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 പഴം കൂടി തൊളിച്ചിട്ട് അതൊന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തു. പിന്നെ അത് ഒരു പേക്ക് പാല് കൊണ്ടുവന്നു കേട്ടോ. പാലാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അത് ഷിബിലിമോൻക്ക് തണുപ്പുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അതിന് ശേഷത്തെ കുറച്ച് തണുത്ത വെള്ളം കൂടിയാണ്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അവിടെ ഒന്നും കൂടി ഉഷാറായിട്ടോ. തണുപ്പ് ചെന്നാൽ പിന്നെ ഒന്നും കൂടി ഉഷാറാവില്ലേ. പിന്നെ അത് അവലിട്ട് കൊടുത്തു. പിന്നെ അത് 2-3 പേക്ക് ബൂസ്റ്റും അതുപോലെ തന്നെ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ തട്ടിക്കൂട്ട് അവിൽ മിൽക്ക് അവിടെ റെഡിയായി. അവിൽ മിൽക്ക് റെഡിയായപ്പോൾ 2 പേർക്ക് ഓരോ ആഗ്രഹം കേട്ടോ, മുകളിൽ ഒന്ന് കഴിച്ചാലോ എന്നിട്ടാ. എന്നാൽ പിന്നെ ഒന്ന് നോക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി മുകൾക്ക് പോയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇക്ക പണി കഴിഞ്ഞ് വന്നിരുന്നു. പിന്നെ കുറച്ച് കടല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേശ്ശായിട്ട് കടല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.